നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം 2025 അവസാന ദിവസങ്ങളിൽ നിങ്ങളെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2025 അവസാന ദിനങ്ങൾ നിങ്ങളിൽ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ എനർജിയെ ചാനലിന് നൽകുക. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകിയിരിക്കുന്നതായിട്ടുള്ള കാർഡുകൾ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഫസ്റ്റ് വന്നിരിക്കുന്നത് കാർഡ് തന്നെ നിങ്ങളോട് ക്ഷമയാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൊണ്ടുവരുന്നത് ആ വ്യക്തിയുടെ ക്ഷമയിൽ നിന്നാണ് എന്ന പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അതിന് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചിട്ട് നാളെ തന്നെ ആ കുഞ്ഞ് വന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല അല്ലേ. അപ്പം അതിന് ആ ഒരു അമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞ് കിടന്ന് എപ്പോഴാണോ അതിന് പുറത്തിറങ്ങേണ്ടതായിട്ടുള്ള ഒരു സമയം പ്രപഞ്ചം കരുതി വെച്ചിരിക്കുന്നത്, ആ സമയത്ത് മാത്രമായി നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിർബന്ധം പിടിക്കുകയാണ്, നമ്മൾ ഭയങ്കര നേർച്ചകൾ നേരെയാണ്, എൻ്റെ കാര്യം അത് ഇപ്പോഴും തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നേർച്ച നേർന്നാലൊന്നും ആ കാര്യം നടക്കില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ 2025 നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാതിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതിന് പ്രപഞ്ചത്തിന് നിങ്ങൾ സമയം അനുവദിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നു. അപ്പം ചോദിക്കും, നമുക്ക് ഇന്ന് കിട്ടേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, ഒരു വ്യക്തിക്ക് ആ പക്വതയോടുകൂടി സൃഷ്ടിക്കുവാൻ ആ സൃഷ്ടാവിനറിയാം. ആ ക്രിയേറ്റർ നമുക്ക് ചെയ്തു തരുന്നത് ഒന്നും ഒരു കാര്യവും അധികവും ആകത്തില്ല, കുറഞ്ഞും പോകത്തില്ല. ദൈവം അത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മുൻവിധി ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ താമസിച്ച് വരുന്നത് അല്ലെങ്കിൽ നേരത്തെ വരുന്നത്. ഇതിനെല്ലാത്തിനും ആ സൃഷ്ടാവിന് അതിൻ്റെതായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പേഷ്യൻസ് എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇത് കാണുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നു. 10 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിത സൈക്കിളിൻ്റെ ഒരു കാര്യം പൂർത്തീകരിക്കുകയാണ്. ആ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പ്രഗ്നന്റ് ലേഡിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അവർ അത്രത്തോളം വേദന അനുഭവിച്ചെങ്കിൽ മാത്രമാണ് ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ വേദനയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാരം നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇറക്കി വെക്കാൻ ടൈം ആയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വിജയമാണ്. ഇതൊരു വിജയത്തിൻ്റെ കാർഡാണ്. ഓക്കെ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് 2026 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ കടക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. പക്ഷേ എന്താണ് വേണ്ടത്? ക്ഷമയില്ലാണ്ട് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അയ്യോ എനിക്കത് കിട്ടാനൊന്നും പോകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ, എനിക്ക് നാശം മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ക്യാൻസൽ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ക്ഷമയോടെ അത് പ്രപഞ്ചം അതിൻ്റെ സമയത്ത് ചെയ്യും. അഫർമേഷൻ മാത്രം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വയം നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ഒഴിവാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, നമ്മൾ ഫ്രീ ആകണം. ഇവിടെ ഈ ഒരു വ്യക്തി ചില കാര്യങ്ങൾ തൻ്റെ മനസ്സിനെ ബലം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തെ വിട്ടയക്കുക. നിങ്ങൾ ഇത്രത്തോളം ഡിപ്രഷൻ ആൻസൈറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലേ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാതെ നമ്മൾ ഫ്രീ ആകുകയാണെങ്കിൽ, നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും നമ്മൾ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തെ വിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ അഫർമേഷൻ നിങ്ങളിലേക്ക് കടന്നു വരും. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ ബ്ലെസ്സിങ് കടന്നു വരികയുള്ളൂ. ദുഃഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്നത് പോലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കാത്ത വിധം കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ അവ്യക്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാതെ അതിനെ ഫ്രീ ആക്കി വിടുക, ലെറ്റ് ഗോ ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത്, ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ 2025 അവസാന നിമിഷങ്ങളുടെ നിങ്ങളുടെ ഊർജ്ജത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ തലയിൽ ഏറ്റിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടാൽ മതി, നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, എല്ലാം തകർന്ന് താഴെ വീഴും. ഈ ഒരു വ്യക്തി കണ്ടില്ലേ, ഒന്നിലധികം പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഒരു ചെറിയ ബലൂണിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അതിലൊരു ചെറിയ സൂചിമോന കൊണ്ടാൽ മതി, നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുന്നത് എല്ലാം തകിടം മറിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഭാരത്തെ ഇറക്കി വെക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, സറണ്ടർ ചെയ്യുക. പ്രപഞ്ചത്തിൽ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ആ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ ഒന്ന് റിലാക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, സന്തോഷം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷം ക്രിയേറ്റ് ചെയ്യുക.
നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ രാവിലെ അവിടെ പാർക്കുകളിലെല്ലാം ഒരു കൂട്ടം ആൾക്കാർ, പ്രായമായവരും അല്ലാത്തവരും എല്ലാം ഇങ്ങനെ ആ ഗ്രൗണ്ടിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ അട്ടഹസിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത് അവർക്കൊരു പർട്ടിക്കുലർ ടൈമിൽ അവരിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഹോർമോണിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇല്ലാത്ത ഒരു കാര്യത്തെ സൃഷ്ടിക്കുകയാണ്. പ്രപഞ്ചത്തോട് പറയുകയാണ് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ തലച്ചോറിനോട് പറയുകയാണ് ഞാൻ ഹാപ്പിയാണ്. മുഖത്തെ പേശികളൊക്കെ ഇങ്ങനെ ചിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, വലിയുക എന്ന് പറയുമ്പോൾ ചിരിയുടെ ആ ഒരു അനുഭവമാണ് തലച്ചോറ് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തലച്ചോറ് നമുക്ക് ഹാപ്പി ഹോർമോൺ തരും. ഓക്കെ, അപ്പോൾ ആ ഹാപ്പി ഹോർമോണാണ് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ദിവസത്തെ മുഴുവനും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഹാപ്പി ഹോർമോണാണ്. അപ്പം നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കുറച്ച് പൈസ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളിങ്ങനെ പൈസ എണ്ണുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ ആഹ്ലാദിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും എന്നുള്ളതാണ്. ബ്രെയിൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ആകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇല്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഓക്കെ, അങ്ങനെ അപ്പം നമ്മുടെ തലച്ചോറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് അല്ലേ. നമുക്ക് ഈ ഒരു സമയത്ത് രാവിലെ നേരം വിളിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷമായിരിക്കണമെന്ന്, ഹാപ്പി ഹോർമോൺ ഒഴുകി എത്തണമെന്ന് നമ്മുടെ ബ്രെയിന് നമ്മൾ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രാവിലെ ചായ കുടിച്ച് ടോയ്ലറ്റിൽ പോകണമെന്ന് നമ്മുടെ ബ്രെയിന് നമ്മൾ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ നമ്മൾ എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോൺ നോക്കിയിട്ട് കരയുന്ന ഒരു മെസ്സേജ് ആണ് നമ്മൾ രാവിലെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല രീതിയിൽ കരഞ്ഞിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണോ രാവിലെ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന മെസ്സേജ്, ആ മെസ്സേജിലായിരിക്കും നിങ്ങളുടെ അന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ബ്രെയിനെ നമ്മൾ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ദിവസം തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവരിന്നും വേണ്ടിയിട്ടില്ല, അവരുടെ മെസ്സേജ് ഇന്നും വന്നിട്ടില്ല, നിരാശയാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ചില വ്യക്തികൾ അവരുടെ ബ്രെയിനിൽ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അന്ന് മുഴുവനും പല സ്ഥലങ്ങളിൽ ചെന്നിരുന്നാൽ അവർക്ക് നിരാശ അനുഭവപ്പെടും. ജോലി സ്ഥലത്ത് നിരാശ അനുഭവപ്പെടും. ഒരു സാമ്പത്തിക കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നിരാശ അനുഭവപ്പെടും. അപ്പം നമ്മളുടെ ബ്രെയിനെ ആദ്യത്തെ ഒരു 15 മിനിറ്റോളം നല്ലൊരു പോസിറ്റീവ് വൈബിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ വിശ്വാസം ഉള്ളവരായിരിക്കുക. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രസ്റ്റ് നിങ്ങൾക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ മറ്റു പുറമേ ഉള്ള ഒന്നിനോടുമല്ല വിശ്വാസം വെക്കേണ്ടത്. നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയിലും നിങ്ങൾ വിശ്വസിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദി സ്റ്റാർ, നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഉന്നതരായിട്ടുള്ള ഓരോ വ്യക്തികളും ഒരു പക്ഷെ ഒന്നുമില്ലായ്മയിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പല വ്യക്തികളും ഉണ്ടായിരിക്കും. ഓക്കെ, അവരെല്ലാം അവരുടെ ഉള്ളിലെ ആ പ്രകാശത്തെ അവർ തിരിച്ചറിഞ്ഞ് അതിനെ വിശ്വസിക്കുകയും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയവർക്ക് മാത്രമാണ് ഈ ലോകത്തെ കീഴടക്കുവാനും ഇന്നും നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയുവാനും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും നിങ്ങൾ സ്വയം വിശ്വസിക്കുക. സീറോ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഒന്നുമില്ല, നാളത്തേക്കുള്ള ഒരു കാര്യങ്ങളും പ്രതീക്ഷയ്ക്കില്ലെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഈ ഭൂലോകത്തിൻ്റെ സൃഷ്ടി തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്നാണ്, അന്ധകാരത്തിൽ നിന്നാണ്. ഇപ്പം നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ഒരു പ്രകാശവും ഇല്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ സൃഷ്ടിയുടെ പാതയിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുക. കാരണം ഈ വലിയ ഭൂമിയും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരേ എനർജിയാണ്. അപ്പം നിങ്ങൾ ഇന്ന് ശൂന്യതയിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങളിൽ സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നു. പല കാര്യങ്ങളും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ശാന്തതയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. മൊറാലിറ്റി, നിങ്ങൾ മുൻവിധി ഇല്ലാതെ വ്യക്തികളായിരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ വിധിക്കും അല്ലേ. അതൊന്നും ചെയ്തിട്ടൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അഫർമേഷൻ ചെയ്യോ? കുറേയൊക്കെ ചെയ്തെന്നേ, ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി നിന്ന് അവിടെ ഒന്നും ചെയ്യാതെ സമയം വേസ്റ്റ് ആക്കാതെ
ഉറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം മുൻവിധിയാണ് നമ്മളെ പലപ്പോഴും തകർത്ത് കളയുന്നത്. ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും, അയ്യോ തോറ്റു പോകുമോ എന്തോ. കാരണം മുൻവിധി അവിടെ എഴുതിയില്ല, അതിന് മുമ്പ് തോറ്റു പോകുന്ന കാര്യത്തെക്കുറിച്ച് വിധി എഴുതി. ഓക്കെ, എൻ്റെ ഭർത്താവിന് തേർഡ് പാർട്ടി ഉണ്ട്, എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും തേർഡ് പാർട്ടി എന്നുള്ള കാര്യം. അപ്പം ആ ഒരു തേർഡ് പാർട്ടി അവിടെ സൃഷ്ടിക്കപ്പെടും. ജോലി സ്ഥലത്ത് എന്നെക്കുറിച്ച് അവർ എന്തെങ്കിലും MDയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ജോലിയെ തട്ടിക്കളയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ പോലും നമ്മുടെ സംശയത്തിൽ അത് ഉണ്ടായി ആ ജോലി അങ്ങനെ നഷ്ടപ്പെടുന്നതിന് കാരണമാവും. നിങ്ങളുടെ ഉള്ളിലെ സത്യം എന്താണോ ആ സത്യം നിങ്ങൾക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് തിരിച്ചറിവിൻ്റെ പ്രായമായി കഴിഞ്ഞു. അപ്പോൾ ആ തിരിച്ചറിവിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ സത്യം, ആ സത്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്ന് പ്രപഞ്ചം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പ്ലീസ് കെൽ മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് സോഡാണ്. നിങ്ങളുടെ ആശയം എന്താണോ, നിങ്ങളുടെ തീരുമാനം എന്താണോ ആ ലക്ഷ്യത്തിൻ്റെ പിറകെ പോകുക. അല്ലാതെ പുറമേ നിന്ന് ഒരാൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഈ പറയുന്നതാണെങ്കിലും നിങ്ങൾക്കത് ശരിയെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ പിറകെ പോയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യണം. ഓക്കെ, കാരണം ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആ ലക്ഷ്യത്തിൻ്റെ പിറകെയാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടേതായിട്ടുള്ള നിലപാട്, അതിൽ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, പ്ലീസ് കെൽ മീ മദർ യൂണിവേഴ്സ്. എപ്പോഴും പ്രപഞ്ചം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കാണിച്ചു തന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ പലപ്പോഴും പിന്നിലേക്ക് നോക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അന്ന് അങ്ങനെ ആയിരുന്നു, ഇന്ന് ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഒരുപാട് വേദനിച്ചിരിക്കുന്നു. ലക്ഷ്യങ്ങളിലേക്ക് പറക്കുന്നതിന് പകരം പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും നമ്മളെ പിറകിലോട്ട് വലിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. പക്ഷെ അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടിയെടുക്കുവാനും നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. പല ദൂതന്മാരും നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ പോലും പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിലത്ത് വീണു പോകുന്ന അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളാക്കി എടുത്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുക. അത് അനുഭവിച്ച ഒരുപാട് വ്യക്തികളും ഈ വീഡിയോ കാണുന്നുണ്ട്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ പിറകിലോട്ട് പിടിച്ചു വലിക്കുന്നതായിരിക്കരുത്, നിങ്ങൾക്ക് ധൈര്യം തരുന്നതായിരിക്കണമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ 2025 നിങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ഒരു എനർജി. അത് അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പക്വത വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികപരമായും അതുപോലെ തന്നെ ജോലി സംബന്ധമായും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ 2025 അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. നിങ്ങളെ കൂടുതൽ സ്ട്രെങ്ത് ആക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെൽ മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്രയെ നിങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സോളാർ പ്ലെക്സ് ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിയുക. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള അതേ ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ കടന്നു വരുന്നു. നിങ്ങൾ മജീഷ്യനാണ് എന്ന് മനസ്സിലാക്കുക. എന്തും ഈ പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിക്കുവാനും സൃഷ്ടിക്കുവാനുമുള്ള ഒരു ശക്തി പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, ബ്ലെസ്സിങ് തന്നിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ഈ ഡിസംബർ 25 എൻഡിലേക്ക് പോകുന്നത്. നമ്മൾ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും കൺട്രോൾ ആയിട്ട് നിൽക്കുന്നു എങ്കിൽ അതിനെ ലെറ്റ് ഇൻ ഗോ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഒന്നിലധികം പ്രശ്നങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നു എങ്കിൽ അത് പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഭാരങ്ങൾ അല്പനേരം ഇറക്കി വെക്കുക. കാരണം എന്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയത്തിനായി പ്രപഞ്ചത്തെ സമർപ്പിക്കുക. നമ്മൾ ചുമന്ന് നടന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അത് യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ നമ്മൾ തിരിച്ചറിയുക. അവനവനിൽ തന്നെ ഒരു ട്രസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കണം നമ്മളുടെ നിശ്ചയം. ഓക്കെ, മറ്റൊരാൾ നമ്മളുടെ ലക്ഷ്യത്തെ കാണിച്ചു തരികയല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം നമ്മുടെ ലക്ഷ്യത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ. ഓക്കെ, നമ്മൾ പിന്നിലേക്ക് നോക്കി നമ്മൾ ഭയപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല, പിന്നിലേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള വളമായി മാറണമെന്ന് പ്രപഞ്ചം ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പ്ലീസ് കെൽ മീ മദർ യൂണിവേഴ്സ്.
നിങ്ങളുടെ ജീവിതത്തിൽ 2026 നിങ്ങളെ തേടിയെത്തുന്ന ബ്ലെസ്സിങ് എന്താണ് നിങ്ങളെ തേടിയെത്തുന്ന ബ്ലെസ്സിങ്? ഓക്കെ, നിങ്ങളെ തേടിയെത്തുന്ന ബ്ലെസ്സിങ് എന്താണ്? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടത്? ഓക്കെ, അപ്പം ഒന്നാമത്തെ കാർഡ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. ഒരു അവയർനെസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പുതിയ പാതകളാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങളെ ഭരിച്ചിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഇൻ ഗോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നതായിട്ടുള്ള, സ്റ്റക്കായി നിർത്തിയിരുന്നതായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും റിലീസ് ആകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ഓക്കെ, എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. അതുപോലെ തന്നെ അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോരോ അഫർമേഷൻ കൃത്യമായും നമ്മളത് യൂണിവേഴ്സിലേക്ക് അയച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ ചക്രാസിനെ പൂർണ്ണമായും ആക്റ്റീവാക്കി വെക്കുക എന്ന് യൂണിവേഴ്സിനോട് പറയുന്നു. മണ്ണുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ, ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴും ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുക, ഭൂമിയിൽ ചവിട്ടുന്ന സമയത്തും ചെരുപ്പിട്ടുകൊണ്ട്, മണ്ണിലെ ഇതുവരെ തൊട്ടിട്ടില്ല, വർഷങ്ങളായി മണ്ണിനെ തൊട്ടിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് റൂട്ട് ചക്ര കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അവരിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങൾ ചെരുപ്പൊന്നും ഇടാതെ മണ്ണിലൂടി ചെറിയ കുഞ്ഞു കുഞ്ഞു ചരലുകളിലൂടി ചവിട്ടാൻ ശ്രമിക്കുക. കാരണം അക്യൂപ്രഷർ അവിടെ സംഭവിക്കും. നിങ്ങളിലുള്ളതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ആ അക്യൂപ്രഷർ വഴി നമ്മൾ ചരലിൽ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ വെളിയിൽ ഇങ്ങനെ ഒരു ചെറിയ മർദ്ദം അനുഭവപ്പെടും. അപ്പോൾ അതിലൂടെ നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം അതിലൂടെ പോവുകയും നമ്മൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിലൂടെ നമ്മളുടെ ആ ഡിപ്രഷൻ, ആ ഒരു ബ്ലാക്ക് എനർജി മുഴുവനും മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വരും. അല്ലാത്ത പക്ഷം ഇതെല്ലാം ഡിപ്രഷനും ആൻസൈറ്റി ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചക്രാസിനെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സറണ്ടർ ചെയ്യുവാനും പഠിക്കുക എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് കടന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, വർഷങ്ങളായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ സൗഹൃദങ്ങൾ, കുട്ടിക്കാലം മുതലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. 6 നമ്പറാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷപ്പെട്ട ഒരു ഗിഫ്റ്റ് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, പാസ്റ്റിനെ നിങ്ങൾ വിട്ടുകളയുക എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ഗൈഡൻസിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം പലപ്പോഴും പിന്നിലേക്ക് നോക്കി സങ്കടപ്പെടുന്ന അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. പുതിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കും, പഴയതിലോട്ട് പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോൾ പുതിയതും പോകും, പഴയത് കിട്ടത്തുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിൽക്കാതെ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് കൃത്യമായ ക്ലാരിറ്റി നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരിക്കും 2026. ഓക്കെ, 2026 പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ആ 2026 മുഴുവൻ വർഷവും നിങ്ങളെ ഭരിക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, ഇവിടെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ പ്രപഞ്ചത്തിൻ്റെ ഒരു അഗ്നി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അഗ്നിയെ നിങ്ങൾ മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടു കൂടി അതിനെ മുറുകെ പിടിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുക. അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അധിപതിയായി ഇരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ പറ്റില്ല. ഒരു കർഷകൻ എങ്ങനെയാണോ തൻ്റെ വിളകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ എഫേർട്ട് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുകയുള്ളൂ എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ആ കർഷകൻ്റെ ജോലിയാണ് ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പം ആ ജോലികളെല്ലാം കൃത്യമായി ചെയ്യുക എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലൊരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വർഷമായി തീരട്ടെ 2026.